എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാൽപ്പാമര തൈലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആയുർവേദത്തിൽ നമുക്ക് ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു തൈലമാണ് നാൽപ്പാമരാതി തൈലം. ത്വക്കിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ പാടുകളോ അല്ലെങ്കിൽ അതുപോലെ നിറം വെക്കുന്നതിന് അല്ലെങ്കിൽ കരിവാളിപ്പോ ഒക്കെ അകറ്റുന്നതിനൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ നാൽപ്പാമരാതി തൈലം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരിലൊക്കെയാണ് ഈ നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നല്ല ഡ്രൈ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നല്ല മോയ്സ്ചറൈസിങ് ഫീല് നമുക്ക് ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ആൾക്കാരിൽ ദിവസവും ഇത് കുളിക്കാൻ വേണ്ടിയിട്ട് ഇത് തേച്ച് കുളിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതലേ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടും നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ മറ്റു ഗുണങ്ങളാണ് മുഖത്തിന് നമ്മൾ നല്ല നിറം കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ദിവസവും രാത്രി നമുക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഓയിൽ നമ്മുടെ മുഖത്ത് നന്നായി തേച്ച് കുറച്ച് നേരം മസാജ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഡ്രൈനെസ് കൊണ്ടുണ്ടാവുന്ന ഒരു പരുക്കൻ, ഡ്രൈ ആയിട്ട് നമ്മുടെ കാലിലൊക്കെ വിണ്ട് കീറുക, അല്ലെങ്കിൽ മൊത്തമായിട്ട് നമ്മളൊരു കാലൊക്കെ ഡ്രൈ ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നാൽപ്പാമരാതി തൈലം നല്ലതാണ്. നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, അല്ലെങ്കിൽ കണ്ണിനടിയിൽ ഉണ്ടാവുന്ന കറുപ്പ്, അല്ലെങ്കിൽ കഴുത്തിന് പുറകിൽ ഉണ്ടാവുന്ന കറുപ്പിനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു തൈലമാണ്. ഇപ്പം നമുക്ക് മുഖക്കുരുവൊക്കെ പൊട്ടി അല്ലെങ്കിൽ മുഖക്കുരു വന്ന് പോയതിന് ശേഷം മുഖത്തുണ്ടാവുന്ന കലകൾ മാറ്റാനും നമുക്കിത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, ഇത് മാറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ തൈലം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് തരം സ്കിന്നിലുള്ള ആൾക്കാർക്കും നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ നാൽപ്പാമരാതി തൈലം 2 തരത്തിലുണ്ട്. നാൽപ്പാമരാതി തൈലവും ഉണ്ട്, നാൽപ്പാമരാതി കേര തൈലവും ഉണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കേര തൈലം എന്ന് പറയുന്നത്. മറ്റെണ്ണകളിൽ ഉണ്ടാക്കുന്നതിനെയാണ് നാൽപ്പാമരാതി തൈലം എന്നും പറയുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ചൂട് കൂടുതലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ചൂട് കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് നാൽപ്പാമരാതി കേര തൈലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് തണുപ്പാണ്, പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ തണുപ്പ് കാലാവസ്ഥയിലൊക്കെ നമുക്ക് നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാം. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ തൈലം തിരഞ്ഞെടുക്കേണ്ടത്. അതുമാത്രമല്ല, ചില ആൾക്കാരിൽ ഇത് തരം സ്കിന്നാണെങ്കിലും ചില ആൾക്കാരിലൊക്കെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാം, ചൊറിച്ചിലുണ്ടാവാം, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ പിമ്പിൾസ് വരാം. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അതുമല്ല, നമ്മൾ ഈ നാൽപ്പാമരാതി തൈലം തേക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുഖം നന്നായിട്ട് നമ്മൾ ചെറുപയർ പൊടി ഉപയോഗിച്ച് കഴുകണം. അതല്ല, ചെറുപയർ പൊടി ഇല്ലാതെ നല്ലൊരു വീര്യം കുറഞ്ഞ ഫേസ് വാഷ് ആയാലും മതി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെറുപയർ പൊടി ഉപയോഗിച്ച് നിങ്ങൾ മുഖം കഴുകുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ നിങ്ങൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ആ എണ്ണ അവിടെ തന്നെ കെട്ടിക്കിടക്കാതെ നല്ല അതിനുള്ള ഒരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാൽപ്പാമരാതി തൈലം തേച്ചതിന് ശേഷം നിങ്ങൾ ചെറുപയർ പൊടി ഉപയോഗിച്ച് മുഖം കഴുകുന്നതായിരിക്കും നല്ലത്. ഇത് എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോരുത്തരുടെ ശരീരവും അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രകൃതിയും അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത്ര ദിവസം കൊണ്ട് വ്യത്യാസം വരുമെന്ന് നമുക്കൊരു നിശ്ചിതമായൊരു സമയമോ കാലമോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന മറ്റ് പല പ്രശ്നങ്ങൾക്കും നമുക്ക് നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മളങ്ങനെ സ്കിന്നിൽ ഉണ്ടാകുന്ന വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ സ്വയം ചികിത്സ തേടി നാൽപ്പാമര തൈലം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പ്രകാരം മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് മുഖത്തിന് സൗന്ദര്യം കൂട്ടാനോ അല്ലെങ്കിൽ യുവത്വം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ മുഖത്തിന് കറുത്ത പാടുകൾ മാറ്റണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരിലാണെങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതിനുശേഷം ചെറുപയർ പൊടി വെച്ച് മുഖം കഴുകുകയാണെങ്കിൽ വളരെ നല്ലത്. അല്ലാത്ത പക്ഷം ചില ആൾക്കാരിൽ, എല്ലാവരും ഉണ്ടാവില്ല, എണ്ണ അധികം പറ്റാത്ത ആൾക്കാരിൽ മുഖക്കുരു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഇതിനും ഒരുപാട്, ഞാനിപ്പോൾ മെയിനായിട്ട് നാൽപ്പാമരാതി തൈലം നമ്മുടെ സൗന്ദര്യത്തിന്, നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ബെനിഫിറ്റ് ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്